2 ദിവസമായിട്ട് നല്ല മഴയാണ്. അതിൻ്റെ ഇടയിലാണ് കുറച്ച് കുടംപുളി കിട്ടിയത്. എനിക്കിതിനെ പറ്റിയിട്ട് കൂടുതൽ എങ്ങനെ ഉണക്കിയെടുക്കണം എന്നുള്ളത് അറിയില്ല. വെയിലത്തിട്ട് ഉണക്കിയെടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ തീ കത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലിട്ട് ചൂട് കൊള്ളിക്കുക. ഞാനപ്പോൾ അടുത്ത വീട്ടിൽ ചേച്ചിയോട് ചോദിച്ചു ഇത് എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇങ്ങനെ കുറച്ച് കനലാക്കിയിട്ട് അതിൻ്റെ മീതെ ഇട്ടാൽ മതി എന്ന്. ഞാൻ കേട്ടതും ഞാൻ മനസ്സിലാക്കിയതും വേറെ. ഞാൻ തീ കത്തിച്ചിട്ട് പരിപാടി ചെയ്തു. ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിങ്ങനെ പുകടിച്ച് തീ കൊണ്ടാൽ അതിനങ്ങനെ പച്ചയല്ല, അത് കാരണം കത്തിപ്പിടിയുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോൾ ആ ഒരു സൈഡിൽ ശരിക്കും ആ തീ കത്തണേൻ്റെ ആ ഭാഗത്തുള്ളത് കംപ്ലീറ്റ് കത്തിക്കരിഞ്ഞു പോയിട്ടാ. മഴ കാരണമാണ് ഞാനിത് ചെയ്തത്, അല്ലെങ്കിൽ വെയിലത്തേ ഇടുള്ളൂ. പിന്നെ കുടംപുളിക്കൊക്കെ എന്താ വില, അപ്പോൾ കളയണ്ടാന്ന് വെച്ച് ചെയ്തതാ. മഴ പിടിച്ച കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെക്കണോ, എൻ്റെ അനിയത്തി പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചോ, വെയിൽ കിട്ടുമ്പോൾ ആ വെയിലത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ലാസ്റ്റ് പുക കൊള്ളിച്ചാൽ മതിയെന്ന്. കണ്ട ഈ അവസ്ഥയിലായി. കുറച്ച് കിട്ടി, കുറച്ച് എന്തായാലും കളയാൻ തന്നെ പറ്റുള്ളൂ. അപ്പം നല്ലത് നോക്കി ഞാൻ പറക്കിയെടുത്ത്. പിന്നെ വെയിൽ ചെറുതായിട്ട് ഉച്ചയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു വെയിൽ കൊള്ളിച്ച് മാറ്റി വെച്ചു. രാവിലെ തന്നെ ഈ ഒരു പണിയും ഇരുന്നു, ഇത് അടർത്തി ഇതിലത്തെ ആ ഒരു ഉള്ളിലത്തെ കുരു കളയലൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം പോയി. അപ്പോൾ രാവിലെ കാപ്പിക്ക് ബ്രെഡും പീനട്ട് ബട്ടറും ഉണ്ടായിരുന്നു, അത് കൂട്ടിയാണ് കഴിച്ചത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള കറിക്ക് എന്ത് ചെയ്യും നോക്കി അപ്പുറത്തെ പറമ്പിലേക്ക് പോവാ ചേമ്പന്താൾ പൊട്ടിക്കാനായിട്ട്. അപ്പം ഞാനൊന്ന് കുറച്ച് നേരം കുട്ടപ്പനെയും കൂടി അഴിച്ചിട്ടുണ്ട്. ഇന്ന് മഴയായ കാരണം ഒന്നും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം അധിക നേരമൊന്നും അവനും നിൽക്കാൻ പറ്റില്ല, എന്താ വെച്ചാൽ മഴ വിട്ട് വിട്ട് പെയ്യണുണ്ട്. ശരിക്കും കർക്കിടകത്തിൻ്റെ ഒരു മഴയാണ്, അങ്ങനത്തെ ഒരു കാലാവസ്ഥ അങ്ങനെയൊന്നും തോന്നണില്ല അല്ലേ. മഴ ഈ പ്രാവശ്യം കുറവ് തന്നെയാണ്. ചേമ്പന്താൾ, പത്തിലത്തോരൻ, അങ്ങനെയുള്ള നാടൻ വിഭവങ്ങൾ ഈ ഒരു കർക്കിടകത്തിലല്ല വയ്ക്കുക. ഞാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചേമ്പന്താളിന് ഓർമ്മ വന്നപ്പോൾ ഓടിപ്പോയി 4 തണ്ടൊന്നും പൊട്ടിച്ചതാണ്. അപ്പം ഇന്ന് ഇതും പരിപ്പിട്ടിട്ട് വെക്കാമെന്നാണ് കരുതിയത്. നാളികേരം അരച്ച് വെക്കണത് എനിക്കിഷ്ടമില്ല കേട്ടോ. അതല്ലാണ്ട് പച്ചമുളക് ഇട്ട് കുറച്ച് പുളി പിഴിഞ്ഞ് വെക്കണ ഒരു രീതിയുണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇന്ന് എനിക്കെന്തോ തീരെ രാശിയില്ലാത്ത ദിവസമായിരുന്നു. കുടംപുളി വെച്ചു, അത് എൻ്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് അത് അങ്ങനെയായിപ്പോയി. പക്ഷെ പരിപ്പ് ഞാൻ ആത്മാർത്ഥതയോട് കൂടി വെച്ചതാണ്. കുക്കർ അടച്ചപ്പോൾ അത് കറക്റ്റായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ സൈഡിൽ കൂടെ ആവിയൊക്കെ പോയി കുറച്ച് കരിഞ്ഞ് കിട്ടി. അപ്പോൾ അകത്ത് മൊത്തം കരിഞ്ഞ മണം. അപ്പം ഞാനും ഉണ്ട് കല്യാണിയുണ്ട്, മണം പിടിക്കുക. ആരോ അടപ്പത്ത് വെച്ച് മറന്നു പോയി മോളെ എന്ന്. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പരിപ്പാ കരിയണെന്ന്. കുക്കറിൻ്റെ അടിയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കരിഞ്ഞിരിക്കണത് ഒട്ടും ഇഷ്ടമില്ല. കുറേ നേരം ഉരച്ച് ഈ ഒരു പരുവത്തിലാക്കി എടുത്തു. പിന്നെ ഞാൻ ആ പരിപ്പ് കളഞ്ഞൂല്ല കേട്ടോ. അതിൽ കുറച്ച് കരിഞ്ഞത് ഞാൻ പറക്കി കളഞ്ഞു. പറക്കി കളയേണ്ട കാര്യമില്ല, വെള്ളം ഒഴിക്കുമ്പോൾ കരിഞ്ഞതൊക്കെ പൊന്തി വരും. അങ്ങനെ അതെടുത്ത് മാറ്റി. ചേമ്പന്താളും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പുളിവെള്ളം അതും കൂടെ പിഴിഞ്ഞൊഴിച്ച് കുറച്ച് നേരം ഇത് തിളപ്പിക്കുക. അതിലത്തെ വെള്ളം വറ്റി വരണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചിലരിതിൽ നാളികേരമൊക്കെ അരച്ചൊഴിക്കുക. എൻ്റെ അമ്മയൊക്കെ നാളികേരം അരച്ചൊഴിക്കുക. എനിക്കത് ഇഷ്ടമില്ലാത്ത കാരണം ഞാനത് ചെയ്യണില്ല. പെട്ടെന്ന് കറി എനിക്ക് മട്ടിക്കണ പോലെ തോന്നും. അപ്പോൾ അതവിടെ വെന്ത് വന്നിട്ടുണ്ട്. ചേമ്പന്താൾ ഇപ്പോൾ അധികം വേവാനായിട്ട് കുറേ ടൈമൊന്നും വേണ്ടല്ലോ, 2 ആവി കയറുമ്പോഴേക്കും അത് വെന്ത് കിട്ടും. പക്ഷെ ആ പുളി ഒന്ന് സെറ്റാവണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നല്ല എരിവുള്ള മുളകായിരുന്നു. ചെറിയ വെള്ളമുളകില്ലേ, ചൂന്യൻ, ആ മുളകായിരുന്നു. അതും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലിട്ടു, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഇത് മൂത്ത് വന്നപ്പോൾ ഞാൻ ആ പരിപ്പ് ഇതിലേക്ക് തട്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കുറച്ച് പച്ച വെളിച്ചെണ്ണ മീതെ ഒഴിക്കുക. അപ്പോൾ നല്ല രസമുണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഞാനും കല്യാണിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കറിക്ക് എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. രജനീഷേട്ടൻ ഉണ്ടെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ മോശമാണെങ്കിൽ അത് പറയാൻ ആളില്ലാത്ത കാരണം പിന്നെ എനിക്ക് ധൈര്യമായി. സൈഡായിട്ടൊരു ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
എടുത്തു വെച്ച് നോക്കണത് ചെറിയുള്ളി ചതച്ചതും പിന്നെ ചൂന്യമുളക് ചതച്ചതും. അരിഞ്ഞ് ചേർക്കണേലും ഒരു പ്രത്യേക ടേസ്റ്റ് ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോഴാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല രസമുണ്ട്. ഈ ഒരു മുട്ട മതിയിട്ടാ, ഞാൻ മാത്രമേ കഴിക്കൂ, മോള് മുട്ടയൊന്നും കഴിക്കില്ല. അവൾക്ക് ഞാൻ പപ്പടം കാച്ചി കൊടുത്തിട്ടുണ്ട്. ഇറച്ചി മീനൊന്നും ഞങ്ങൾക്ക് നിർബന്ധമില്ല, അത് വല്ലപ്പോഴും വാങ്ങിച്ചാൽ മതി. മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപൂർവം 1, 2, 3 മീനുകളാണ് വാങ്ങിക്കണതും, അത് വല്ല കാലത്താണ് വാങ്ങിക്കുള്ളൂ. പിന്നെ ഇഷ്ടമുള്ളതാണ് കോഴി. അതുപോലെയല്ല കോഴിമുട്ട ഡെയിലി വാങ്ങിക്കും. മുട്ടയോട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, അപ്പോൾ അതുണ്ടാവും. പിന്നെ മോൾക്ക് പപ്പടം, അച്ചാർ അങ്ങനെയുള്ളതായി കഴിഞ്ഞാൽ അവളും കുശാലായി. ഈ മുട്ടയെ ഒഴിച്ചപ്പോൾ അത് വട്ടം വീശാൻ പറ്റണില്ല, എണ്ണ കൂടിപ്പോയി കാരണം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക. അപ്പം ഞാൻ സ്പൂൺ കൊണ്ട് കാണിച്ചതാണ്. നിങ്ങൾ ആദ്യമായിട്ടാവും ഇങ്ങനത്തെ ഒരു ഓംപ്ലേറ്റൊക്കെ കാണുന്നത്. അങ്ങനെ പല സാഹസങ്ങളും ഇവിടെ നടക്കും. ഇന്ന് രാവിലെ തുടങ്ങിയ ഐഡിയ അത് ഇതുവരെയ്ക്കും ഒത്തുതീർപ്പായിട്ടില്ല. അപ്പോൾ അവരതിരുന്ന് എൻജോയ് ചെയ്യട്ടെ. ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ, ഉച്ചതിരിഞ്ഞ് ചായക്ക് പ്രത്യേകിച്ച് പലഹാരങ്ങളൊന്നും ഇല്ല, ബേക്കറി ഐറ്റംസ് ഒന്നുമില്ല. എന്തെങ്കിലും വെച്ചുണ്ടാക്കണമെങ്കിൽ അതിൻ്റേതായ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അതിനുള്ള മൂടൊന്നുമില്ല. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട്, അവിടെ പോയി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റംസുകളുണ്ട്, കേക്ക് ഐറ്റംസ്, പുഡിങ്, എല്ലാതും ഉണ്ട്. അപ്പോൾ ഓരോന്ന് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇതൊന്നും പിടിക്കണില്ല. ലാസ്റ്റ് സ്ഥിരം സാധനങ്ങൾ സാൻഡ്വിച്ച്, ബർഗർ, ഈ 2 സംഭവങ്ങളാണ് പറഞ്ഞത്. ഇന്നത്തെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ്. ഞാൻ കല്യാണിയുടെ അടുത്ത് പറയുക, ഞങ്ങളുടെ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും, അതിങ്ങനെ അങ്ങനെ നാടൻ പലഹാരങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന സാധനമാണ് റസ്ക്, റൊട്ടി, എയറോ റൂട്ട്, ബിസ്ക്കറ്റ്, നേന്ത്രപ്പഴം. ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വന്നത്. ദൈവമേ, ചെറുപ്പകാലം ഇതൊക്കെ എന്തോരാ കഴിച്ചു നോക്കണത്. അന്നത്തെ കാലത്ത് ഇത് കിട്ടാത്ത കുട്ടികളും ഉണ്ട് കേട്ടോ. നമ്മളിത് കഴിക്കുമ്പോൾ അത് കിട്ടാത്തവരും അതിൻ്റെ അപ്പുറത്തുണ്ട്. എനിക്ക് എപ്പോഴും ഇഷ്ടം എൻ്റെ ആ ഒരു ചെറുപ്പകാലം തന്നെയാണ്. അത് എൻ്റെ മക്കളുടെ അടുത്ത് പറഞ്ഞ് ഇവർക്ക് ബോറടിച്ചിട്ടുണ്ടാവും. എന്നാൽ അവർക്കും അത് തന്നെയാട്ടോ. ഞാൻ പറഞ്ഞ് കേട്ടടം കൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അവർ പറയും, അമ്മ ആ കാലം തന്നെയാണ് നല്ലത്, ഈ കാലം അത്രയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആസ്വദിക്കാനൊന്നും പറ്റണില്ല. അന്ന് പറഞ്ഞാൽ അതൊരു കാലം തന്നെയാണ്. അതിൻ്റെ വിലയൊക്കെ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നമുക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. എങ്കിലും നമ്മൾ സഹോദരങ്ങളുടെ കൂടെ ജീവിച്ചിട്ടുള്ളത് അതെനിക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കാപ്പിയും ചായയും കുടിച്ചു തുടങ്ങി. ഞാൻ ചായയും, മോള് കാപ്പിയാണ് കുടിക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീണ്ടും വരാം. അപ്പോൾ ബായ്.